ഏവർക്കും പൈത്തണിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പൈത്തണിൽ എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അഥവാ ഒരു വിൻഡോ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്സ് ഒക്കെയാണ് ഇന്ന് നോക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ, അതായത് നമ്മുടെ IDEക്കകത്ത് എഴുതുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എവിടെയായിരിക്കും കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2018 വിചാരിക്കുക. അപ്പോൾ അതിന്റെ റിസൾട്ട് എവിടെയാണ് കാണുന്നത്? തൊട്ട് താഴത്ത് ആ IDEയുടെ ഏറ്റവും ഔട്ട്പുട്ട് വിൻഡോയിലാണ് കാണുന്നത്. അപ്പം ഈ ഒരു സംഗതിയെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിട്ട് ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്ത് ആ വിൻഡോയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് മൗസ് ഉപയോഗിച്ച് നമുക്കത് സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രി കാണുമ്പോൾ ഒരു പർട്ടിക്കുലർ വിൻഡോയ്ക്കകത്ത് നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്നുണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വേറൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റാനും പറ്റും. അപ്പോൾ ഒരു വിൻഡോ ആയിട്ട് നമുക്ക് കാണുന്നതിന്റെ ഗുണം അതാണ്. അപ്പൊ അങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അങ്ങനെ വിൻഡോ ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ പൈത്തൺ ഇല്ലാത്ത സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ GUI കിട്ടണം എന്നുണ്ടെങ്കിൽ tkinter എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി പുതിയ IDEക്കകത്തൊക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. പഴയ IDE ആണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ IDEക്കകത്തെല്ലാം എന്തുണ്ട്? tkinter ലൈബ്രറി ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഈ പൈത്തണിനകത്ത് GUI എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ GUI കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമുക്ക് യൂസറിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്റർഫേസ് കിട്ടും. രണ്ട്, ഏതൊരു സിസ്റ്റത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് GUI ലൈബ്രറി എങ്ങനെയാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈബ്രറി ഉപയോഗിച്ച് GUI നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യുക. tkinter എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്യുക. നമ്മളെ ഹെഡർ ഫയൽ കൊടുക്കുന്ന പോലെ തന്നെ ആ ലൈബ്രറി ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്, ആ ലൈബ്രറിയുടെ പുറകിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ആ ലൈബ്രറി മാത്രം ഇമ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അത് കാരണം യൂസറിന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം GUI ആപ്ലിക്കേഷന്റെ മെയിൻ വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മെയിൻ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആ ഇന്റർഫേസ്, നമ്മുടെ ക്ലോസ് ബട്ടൺ, മിനിമൈസും മാക്സിമൈസും ഒക്കെയുള്ള ആ ഒരു ഇന്റർഫേസിനാണ് നമ്മൾ മെയിൻ വിൻഡോ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആ വിൻഡോയ്ക്കകത്ത് എന്ത് ചെയ്യുക? 1 or more ഗാഡ്ജറ്റ് അല്ലെങ്കിൽ വെഡ്ജറ്റുകളൊക്കെ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ യൂസറിന് ആവശ്യമുള്ള വെഡ്ജറ്റുകൾ എന്താണോ. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പം ടെക്സ്റ്റ് ഇൻപുട്ട്, കമാൻഡ് ബട്ടൺ, ചെക്ക് ബോക്സ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പറയുന്ന വിൻഡോയെ ലൂപ്പ് ചെയ്യിപ്പിക്കുക, വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യിപ്പിക്കുക. അപ്പൊ അതുവഴി കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിൽ അത് അവിടെ നിൽക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താകാൻ പറ്റത്തുള്ളൂ? ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സാധാരണ ഗതിയിൽ tkinterനകത്ത് ഉപയോഗിക്കുന്ന വെഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെഡ്ജറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഇന്റർഫേസിൽ കാണുന്ന പ്രധാനപ്പെട്ട ടൂൾസുകൾ. ഇപ്പൊ ബട്ടൺ എന്ന് പറയുന്ന വെഡ്ജറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ അവിടെ നടക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ബട്ടൺ യൂസ് ചെയ്യുന്നത്. സാധാരണ ഗതിയിൽ എക്സിക്യൂട്ട്, കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു സിമ്പിൾ ആയിട്ട് ഒരു വിൻഡോ കണ്ടാൽ പോലും അതിലൊരു മിനിമം ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഉദാഹരണം കാണിക്കുന്നത്. ഇത് കണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഓരോ ബട്ടണുകളാണ്. ഇത് ഓൾറെഡി പ്രീ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ട്, അതിന്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താ? കമാൻഡ് ബട്ടണുകളാണ്. അപ്പൊ ഈ കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ആക്ഷൻ അവിടെ നടക്കും. പിന്നെ രണ്ടാമത്തെയാണ് ചെക്ക് ബോക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ചെക്ക് ബോക്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സർവേകളിൽ, പിന്നെ അതുപോലെ തന്നെ ഫയൽ സെലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത റേഡിയോ ബട്ടനും ചെക്ക് ബോക്സ് പോലെ തന്നെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. റേഡിയോ ബട്ടനകത്ത് ഒരു സെലക്ഷനെ നടക്കത്തുള്ളൂ. അപ്പൊ യൂസർ ക്യാൻ സെലക്ട് ഓൺലി 1 ഓപ്ഷൻ. ഒരു ഓപ്ഷൻ മാത്രമേ അറ്റ് എ ടൈമിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെക്ക് ബോക്സ് ആണെങ്കിൽ ഒന്നിലധികം ചെക്ക് ബോക്സ് ആണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. പക്ഷെ റേഡിയോ ബട്ടൺ ആണെങ്കിൽ അറ്റ് എ ടൈം ഒരെണ്ണേ പറ്റത്തുള്ളൂ. അപ്പൊ അതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക.
അപ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് സോഫ്റ്റ്വെയർ വേണോ വേണ്ടേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോ ബട്ടൺ യൂസ് ചെയ്യാം. അടുത്താണ് എൻട്രി എന്ന് പറയുന്നത്. എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിന്റെ ഒരു ഇൻപുട്ടാണ്. അതെന്ന് പറഞ്ഞാൽ യൂസറിൽ നിന്നുള്ള വാല്യൂവിനെ, വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് യൂസറിൽ നിന്നുള്ള വാല്യൂവിനെ സ്വീകരിക്കാനുള്ള ഒരു എന്താ പറയുക ബഡ്ജറ്റ് ആണ് ഈ പറഞ്ഞ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ലേബൽ. ലേബൽ എന്ന് പറഞ്ഞാൽ ഓരോ വിൻഡോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫ്രെയിം ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ കൊടുക്കേണ്ട ലിസ്റ്റിന്റെ പേര്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് നമ്മൾ Tkinter ലൈബ്രറി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ട് ദ Tkinter മൊഡ്യൂൾ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക പ്രോഗ്രാമിംഗ് ഫ്രം Tkinter ഇമ്പോർട്ട്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ Tkinter ലൈബ്രറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുക എന്നാണ് അതിന്റെ മീനിങ്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ക്രിയേറ്റ് ദ GUI ആപ്ലിക്കേഷൻ മെയിൻ വിൻഡോ. അപ്പോൾ മെയിൻ വിൻഡോ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു വിൻഡോ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കാണിച്ചേക്കുന്നത്. വിൻഡോ ഈസ് ഈക്വൽ ടു TK എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ TK എന്ന് പറഞ്ഞാൽ Tkinter തന്നെ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് വൺ ഓർ മോർ ദ എബോവ് മെൻഷൻഡ് വെഡ്ജറ്റ് ടു ദ GUI ആപ്ലിക്കേഷൻ. നമ്മുടെ GUI ആപ്ലിക്കേഷന് വേണ്ട വെഡ്ജറ്റുകൾ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സിമ്പിൾ വിൻഡോ ആണ്. അപ്പോൾ അവിടെ ഒരു ടൈറ്റിൽ മാത്രം മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യണം, വിൻഡോ ഡോട്ട് ടൈറ്റിൽ ബ്രാക്കറ്റിൽ മൈ ഫസ്റ്റ് GUI. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇന്റർഫേസ് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മസ്റ്റായിട്ടും വേണ്ട ഒരു സംഗതിയാണത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഇപ്പോൾ പൈച്ചാം പ്രോജക്റ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു നെയിം കാണണം, അതിന് തൊട്ടപ്പുറത്ത് ഒരു ഐക്കണും കാണണം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നെയിം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള പേജ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ടൈറ്റിൽ കാണും. ആ ടൈറ്റിലിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, വിൻഡോ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, നാലാമത്തെ സ്റ്റെപ്പിൽ എൻ്റർ ദ മെയിൻ ഇവന്റ് ലൂപ്പ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ഈച്ച് ഇവന്റ് ട്രിഗേർഡ് ബൈ ദ യൂസർ. നമ്മുടെ ഈ പറയുന്ന ലൂപ്പ്, ഈ പറയുന്ന മെയിൻ വിൻഡോയ്ക്കകത്ത് ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് കണ്ടിന്യൂസ്ലി ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ഒന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് 1 2 3 4 അങ്ങനെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിൻഡോ അവിടെ കണ്ടിന്യൂസ്ലി ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു തവണ വന്നിട്ട് അതങ്ങ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ അത് വളരെ മൈക്രോ സെക്കൻഡ് നേരത്തൊക്കെ കാണത്തുള്ളൂ, നമുക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ആ വിൻഡോയെ അവിടെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ലൂപ്പ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ യൂസർ കൊടുക്കുന്ന വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനും റിസൾട്ട് തരാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 4 സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അവിടെ ഓക്കെ ആവും. അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ വെഡ്ജറ്റ് എന്താണോ അത് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വിൻഡോ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ അത് ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ലൂപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ തെളിഞ്ഞു വന്നുണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് ഒരു വിൻഡോ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ക്ലോസ് ബട്ടൺ ഉണ്ട്, മാക്സിമൈസ് ഉണ്ട്, മിനിമൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ ടൈറ്റിൽ. ഈ ഐക്കണും വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനുള്ള എന്ത് ചെയ്താൽ മതി, ആ വെഡ്ജറ്റിനകത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നമ്മൾ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ആയിട്ടൊരു ബട്ടൺ നമ്മുടെ വിൻഡോയിൽ കൊണ്ടുവരുന്നത്, ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് നമ്മൾ കണ്ട വിൻഡോയിൽ കണ്ട അതേ സ്റ്റെപ്പ് തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതിനകത്ത് നമ്മൾ ബട്ടന് വേണ്ടിയുള്ള ഒരു ചെറിയ 2 ലൈനും കൂടെ എഴുതുന്നുണ്ട്, ബാക്കിയെല്ലാം സെയിം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബട്ടന് ഒരു പേജ് കൊടുക്കണം. അപ്പോൾ ബട്ടന് പേജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബട്ടൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ view is equal to ബട്ടൺ നമ്മൾ കൊടുത്തു. അതിൻ്റെ അകത്ത് ബട്ടന് വരുന്ന ടെക്സ്റ്റ്, ഇപ്പോൾ ബട്ടന് നമ്മൾ ഡൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രസ് ചെയ്യാൻ വരുന്ന ബട്ടൺ എന്ത് പേജ് വരും, ഡൺ എന്ന് പറഞ്ഞ പേജ് തെളിഞ്ഞു വരും. അതിനുശേഷം view.pack എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ബട്ടൺ നമ്മുടെ വിൻഡോയിൽ പ്ലേസ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് ആ ബട്ടൺ അവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഡോട്ട് ടൈറ്റിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വിൻഡോയുടെ ടൈറ്റിൽ അതിപ്പം ഏത് ലൈനിൽ എഴുതിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് എഴുതിയാലും അത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ബട്ടൺ GUI എന്ന് പറയുന്ന
ഒരു വിൻഡോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, മെയിൻ ലൂപ്പ് വീണ്ടും പോവുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, അതായത് നേരത്തെ നമ്മൾ 4 സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളെങ്കിൽ 2 സ്റ്റെപ്പ് ബട്ടൻ്റെ പ്രോഗ്രാം കൂടെ നമ്മൾ എഴുതി. അത്ര വ്യത്യാസം മാത്രമേ ഈ പ്രോഗ്രാമിൽ ഉള്ളൂ. എന്നിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കുക. കണ്ടോ? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് പ്രസ് ചെയ്യാൻ പറ്റുന്ന ബട്ടനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓരോ തവണ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇവൻറ്റുകളൊക്കെ കൊടുക്കാം. അതിനനുസരിച്ച് പ്രോഗ്രാം വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ പൈത്തൺ ആയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയത്. വേറെ മറ്റ് പ്രോഗ്രാമൊക്കെ സിയോ C++ ഒക്കെ ആയിരുന്നെങ്കിൽ വളരെയധികം ലൈൻസ് കാണും ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു ഇൻ്റർഫേസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ പേര് ബട്ടൺ GUI എന്നല്ലേ. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കുക. കണ്ടോ, ബട്ടൺ GUI. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വിൻഡോയ്ക്കകത്ത് ഒരു ബട്ടൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിന് പേജ് കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, അതിനെ പാക്ക് ചെയ്തു. ഇത്രയാണ് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള പ്രോഗ്രാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബട്ടണിനകത്ത് കളറും അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ യൂസറിന് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു പ്രോഗ്രാം പഠിച്ചു അല്ലേ. ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്? ഇതുപോലെ ഒരു സിമ്പിൾ ബട്ടൺ ആയിരിക്കും വരുന്നത്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹൈറ്റോ വിഡ്ത്തോ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഗ്രാഫിക്സും കുറച്ച് ലോജിക്കും ഒക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണിത്. നമ്മുടെ ഫസ്റ്റ് 2 സ്റ്റെപ്പ് സെയിം ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ബട്ടൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കണം, ബട്ടൻ്റെ ടെക്സ്റ്റ് അവിടെ എന്ത് വേണം, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് തന്നെ മതി. ഇവിടെ ഡൺ അല്ല കൊടുത്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യിപ്പിക്കുമ്പോൾ സിമ്പിളായിട്ട് ഡൺ എന്ന് പറയുന്ന ഒരു വിൻഡോ. ഓക്കെ, അപ്പം അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. പിന്നെ വിഡ്ത്ത് ഹൈറ്റ്, ബട്ടൺ എത്രമാത്രം നീളം വീതി വേണം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് എത്ര പിക്സൽ ഉള്ളതാണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത്. അതിനുശേഷം BG എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ, FG എന്ന് പറഞ്ഞാലോ ഫോർഗ്രൗണ്ട് കളർ. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആട്രിബ്യൂട്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത ഗ്രിഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോയും കോളം ഒരു സ്ക്രീൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് X ആക്സിസും കാണും, Y ആക്സിസും കാണും. ആ X ആക്സിസിലും Y ആക്സിസിലും എവിടെ നമ്മുടെ ബട്ടൺ വരണം. നമ്മൾ നേരത്തെ റൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ ബട്ടൺ എവിടെയാണ് വന്നത്, കറക്റ്റ് നടുക്കല്ലേ വന്നത്. കാരണം ബട്ടൺ തൊട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് നടുക്കേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടൺ എവിടെ വേണമെന്ന് അല്ലാത്ത രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണേ എന്ത് ചെയ്യണം, ഈ പാരാമീറ്റർ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഗ്രിഡ് എന്ന് എഴുതുക. അതിനുശേഷം റോ ഏതാണ് കോളം ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 of 1 എന്ന് പറയുവാണെങ്കിൽ ഇവിടെ പോയി കിടക്കും. ഓക്കെ, ഇനി അടുത്തത് 1 of 2 എന്ന് പറയുവാണെങ്കിൽ ഇവിടെ കിടക്കും. അങ്ങനെ നമുക്ക് നീക്കിക്കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എത്ര ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് അതിന് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ബട്ടൺ കുറച്ചും കൂടെ കാണാൻ ഒരു സ്റ്റൈലിഷ് അല്ലേ നേരത്തെ കാട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ കളറിലുള്ള ബട്ടനൊക്കെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇനി ഇവിടെ ഞാൻ ഇത് മാറ്റി കൊടുക്കുക, പിജിന്ന് കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടോ, അപ്പം ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബട്ടൻ്റെ അകത്ത് കൊടുക്കുന്ന ആട്രിബ്യൂട്ടുകൾ അതിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമുക്ക് ബട്ടൻ്റെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും പിന്നെ അത് എവിടെ വരണം എന്നുള്ളതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 1 of 1 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഉണ്ടോ, ഇവിടെ വന്നാണല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബട്ടനും ഏത് പൊസിഷനിൽ വരണം, ഏത് കളറിൽ വരണം എന്നൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് തീരുമാനിക്കുന്നത്. അടുത്തതായിട്ട് 2 സംഖ്യകൾ തമ്മിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക GUI ഉപയോഗിച്ച്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ജസ്റ്റ് 3-4 സ്റ്റെപ്പിൽ ആഡ് 2 നമ്പേഴ്സ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ 2 സംഖ്യകളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവിടെ വേണ്ട റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, നമുക്ക് വേണ്ട ഒരു വിൻഡോ വേണം, അതുപോലെ തന്നെ ലേബൽ വേണം, പിന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മുടെ ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ട ടെക്സ്റ്റ് ഫീൽഡ് വേണം, പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ബട്ടൺ വേണം. അപ്പോൾ ഇത്ര നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിൻഡോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൽ ഞാൻ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന 2 ഇൻപുട്ടുകൾ, അതായത് നമ്മൾ യൂസർ അടിച്ചു കൊടുക്കുന്ന 2 ഇൻപുട്ടുകളെ സ്വീകരിച്ച് റിസൾട്ടിനകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ ഫംഗ്ഷൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോയുടെ ടൈറ്റിൽ ആഡ് 2 നമ്പേഴ്സ് ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം വിൻഡോയുടെ ജോമെട്രി
ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോൾ ആ വിഡ്ത്തും ഹൈറ്റും ഇല്ല, റെസൊല്യൂഷൻ, അതാണ് ഉദ്ദേശിച്ചത്. ആ ജോമെട്രി ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അതിനുശേഷം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കറക്റ്റ് നമ്പർ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ആ ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ളത് സ്ട്രിങ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ്, അതായത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഉദ്ദേശിച്ച ലേബലുകളാണ്. അത് നമുക്ക് റൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ കൊടുക്കാനുള്ള ലേബല്, അടുത്ത സെക്കൻഡ് രണ്ടാമത്തെ സംഖ്യ എൻ്റർ ചെയ്യാനുള്ള ലേബല്, പിന്നെ മൂന്നാമത്തെ റിസൾട്ടിനുള്ള ലേബല്. അപ്പോൾ ഈ 3 ലേബലും അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, അത് 3 റോയിലാണ് കൊടുത്തത്, 3 കോളത്തിലല്ല. അപ്പോൾ നമുക്ക് താഴെയായിട്ട് വരും ഫസ്റ്റ് സെക്കൻഡ് റിസൾട്ട്. ഇനി അതിനുശേഷം റിസൾട്ട് എന്ന് പറയുന്ന വിൻഡോയ്ക്കകത്ത് എന്ത് വരണം, നമ്മുടെ മൈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വേരിയബിളിൽ എന്താ വരണ്ടേ, നമ്മുടെ റിസൾട്ട്. ഈ ഫംഗ്ഷനകത്ത് കയറി ആ ഇൻപുട്ട് രണ്ടും കയറിയിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, മൈ ടെക്സ്റ്റിലേക്ക് പോകും. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ഏറ്റവും താഴത്തെ റോയിലും കോളത്തിലും വരണം. അപ്പോഴത്തേക്കും ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇവിടെ 2 എൻട്രി ഉണ്ട്. ആ 2 എൻട്രി എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടാണ് സൂചിപ്പിച്ചേക്കുന്നത്, E1ഉം E2ഉം. അപ്പോൾ E1 E2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതുപോലെ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ 2 ഇൻപുട്ടിനെ നമ്മൾ സ്വീകരിക്കുക. അതിനുശേഷം 2നെ ആഡ് ചെയ്തിട്ട് റിസൾട്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ 2 എൻട്രി നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തു. ആ 2 എൻട്രിയെ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്തു. ഇനി അടുത്ത ഒരു ബട്ടനാണ്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബട്ടൻ്റെ പേരെന്താ, കാൽക്കുലേറ്റ്. അതിൻ്റെ കമാൻഡ് എന്താ, കമാൻഡ് എന്ന് ഉദ്ദേശിച്ചത് ആ കാൽക്കുലേഷൻ നടത്തുമ്പോൾ എന്ത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്, ആഡ് നമ്പേഴ്സ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഈ ആഡ് നമ്പേഴ്സ്, ഈ പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് വരെ നമ്മൾ കൊടുത്ത എൻട്രി ചെയ്ത വാല്യൂ എവിടെ കിടക്കും, ഈ പറയുന്ന E1ലും E2ലായിട്ട് കിടക്കും. അപ്പോൾ ആ കിടക്കുന്ന വാല്യൂ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ എന്താവും പറഞ്ഞു, അത് തമ്മിൽ സം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. അപ്പോൾ അത് കാരണം ഞാൻ റൺ ചെയ്യിപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടോ, ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ്, അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും. കണ്ടോ, ഫസ്റ്റ് നമ്മുടെ നമ്പർ കൊടുക്കാനുള്ള ഫീൽഡ്, അതതിൻ്റെ ലേബലാണ് ഈ കാണുന്നത്. ഫസ്റ്റ് അതിൽ E1 എൻട്രി കണ്ടോ, E1 എന്ന് പറഞ്ഞതിൻ്റെ എൻട്രി, ആ എൻട്രി കൊടുക്കാനുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള ആ പറഞ്ഞ സ്പേസിനാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. അടുത്ത് E2, അത് രണ്ടാമത്തെ എൻട്രി ഉണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് E1 ആയിട്ട്. അടുത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന താഴത്തെ വിൻഡോ ആയിട്ട് ലിങ്ക്ഡ് ആണ്. പിന്നെ മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണോ കിട്ടുന്നത് അത് ആ ഏത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ഇത് തമ്മിൽ ആഡ് ആവത്തുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ബട്ടൺ വേണ്ടേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ഉണ്ടോ. പിന്നെ കമാൻഡ് ആഡ് നമ്പേഴ്സ്, ഇത് പ്രസ് ചെയ്യുവാണെങ്കിൽ മാത്രം നമ്പർ തമ്മിൽ ആഡ് ആവും. അപ്പോൾ മുകളിലേക്ക് നോക്കാം ഉണ്ടോ, ഈ ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പറയുന്ന E1ഉം E2, അതായത് നമ്മുടെ എൻട്രിക്കകത്ത് ഇത് E1 ഇത് E2, ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഉണ്ടോ, 20ഉം 10ഉം റിസൾട്ട് 30. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു കാൽക്കുലേറ്റർ, ഒരു വിൻഡോ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.